ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹെയർ കട്ടിങ്ങിനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഹെയർ വാഷ് ചെയ്യാണ് കേട്ടോ. നല്ല മസാജൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര നല്ല സുഖമുണ്ട്. അപ്പം ഇങ്ങനെ വാഷൊക്കെ ചെയ്യാണ്. ആ സമയത്ത് പാപ്പു ഉണ്ട്. പാപ്പുവിൻ്റെ ഹെയറൊക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്, എല്ലാവരുടെ ഹെയറും ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. അപ്പം എൻ്റെ ഫേസിലുള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പം അത് മാത്രമല്ല, എൻ്റെ ഹെയർത്തെ ലെങ്ത് കുറയ്ക്കുമെന്നുള്ള പേടിയും കൂടെ ആയിട്ടാണ് എൻ്റെ ഫേസിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം ബാക്ക് ഇങ്ങനെ കറക്റ്റായി വന്നിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ടച്ചിങ് ഒക്കെ രീതിയിൽ ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് നമ്മളെ ഹെയർ ഉള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും ഇതേപോലെ ഉള്ളതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇന്നലെ ലെങ്ത് ഒന്നും കുറച്ചില്ല, അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. ലെങ്ത് കുറയ്ക്കരുത് എന്നുള്ള ആയിരുന്നു എൻ്റെ ഇത്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ളത് ഉമ്മച്ചീൻ്റെ ഹെയർ കട്ടാണ്. അപ്പോൾ ഉമ്മച്ചീൻ്റെതും അവർ പെട്ടെന്നൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പാപ്പു അവിടെ ഉണ്ട്. പാപ്പുവിൻ്റെ എന്താ ആവാത്ത, പാപ്പുവിൻ്റെ വാഷൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പാപ്പുവിൻ്റെ ഹെയർ കട്ടാണ് കേട്ടോ ചെയ്യണേ. അവള് ആദ്യമായിട്ടാണ് അങ്ങനെ നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് ഹെയർ കട്ട് ചെയ്യണേ. അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ജസ്റ്റ് ചെയ്യാറ് പതിവ്. അപ്പം അവള് നിൽക്കോ ഇല്ലേ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഡൗട്ട്, കരയോ എന്നൊക്കെ. പക്ഷെ അവർ നന്നായിട്ട് കെയർ ചെയ്ത് നല്ല ഹാപ്പിയാക്കി ഇരുത്തി. കാരണം കരഞ്ഞൊന്നുമില്ല. ആള് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാട്ടോ ചെയ്യുന്നുണ്ടായി. ഈ സലൂണിൽ നമ്മൾ ഫസ്റ്റ് ടൈം വരുന്ന കേട്ടോ. അതിൻ്റെ മുന്നേ നമ്മൾ പോകാറുള്ള വേറെ സ്ഥലങ്ങളിലായിരുന്നു. അപ്പം ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കത് ഇഷ്ടമാവുമെന്നും അവരുടെ ഹെയറൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആമി പൊതുവെ ചെയ്യുന്നത് ലെയർ കട്ടാണ്. അവൾ ഈ പ്രാവശ്യം ലെയർ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പാപ്പുവിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്റ്റൈലൊന്നും ഞങ്ങൾ പിടിച്ചില്ല. കാരണം അവളുടെ ഹെയർ ഒന്ന് ജസ്റ്റ് ലെങ്ത്ത് കുറയ്ക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ അവർ നന്നായിട്ട് ചെയ്തു കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല തന്നെയായിരുന്നു, നല്ല സർവീസായിരുന്നു. അതുകൊണ്ട് കുട്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ്. കൽപ്പറ്റയിൽ തന്നെയാണ് കേട്ടോ അത് വരുന്നത്. വീണ്ടും കാണാനല്ലേ പപ്പു? ഇതാണ് പാപ്പുവിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. പാപ്പു നന്നായിട്ട് ഇരുന്ന് തന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹെയർ കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റി. അപ്പോൾ അവൾ ജസ്റ്റ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ജസ്റ്റ് കട്ട് ചെയ്തു. അവൾ പക്ഷെ ഫസ്റ്റ് തന്നെ മിററിൽ നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ എന്നെ ഡോറേനെ പോലെ ഉണ്ടെന്നാണ്. പക്ഷേ ഇല്ല, നല്ലതായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു ഹാപ്പി ആക്കിയ ആളെ. അപ്പോൾ നമ്മുടെ ഹെയർ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ 3 പേരും ചെയ്തു. 3 പേർക്കും ഇഷ്ടമായി കേട്ടോ. കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ടായി. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്